പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തില് സന്തോഷമാണ്. അതായത് ഓപ്പോസിറ്റ് നമ്മുടെ സൂര്യവംശിയെ പോലത്തെ പ്ലെയേഴ്സ് ഒക്കെ ഈ ഏജിൽ പെർഫോം ചെയ്യുന്ന കണ്ടോടാ. അങ്ങനത്തെ ഒരു 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 ഇത്രയും വലിയൊരു ലീഗിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഈ വയസ്സിൽ. അവൻ എന്തൊരു അടിയോടെ അടിച്ചിട്ട് പോയവൻ. അവൻ എന്ത് പ്രാന്തം കളിയാ. നമ്മുടെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വന്നതുകൊണ്ട് മാത്രമാണ് ഇത് എനിക്ക് ഡേ ടു ഡേ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇത് ഇന്നത്തോടെ നമ്മളിത് കാര്യങ്ങൾ പറയാനുള്ള കാര്യം ജസ്റ്റ് ഒരു കാര്യം ഗൈസ്, ഇവരുടെയൊക്കെ മനസ്സിൽ പണ്ടത്തെ റിവലറി ഉണ്ട്, അതൊരിക്കലും പോത്തില്ല എന്ന് ഞാനൊരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു. ആ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഉള്ളതിൻ്റെ ഒരു റീസൺ കൂടെ ഞാനത് കാണിക്കും. അതിനു മുമ്പ് വേറൊരു സാധനം കൂടി നമുക്ക് റിയാക്ട് ചെയ്തതുകൊണ്ട് അങ്ങ് തുടങ്ങാം. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആരെയും വിളിക്കാറില്ല, പക്ഷെ ഇന്ന് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇഷ്യൂവിനെ പറ്റി വേറെ ആരും അവിടുന്ന് ഒരാൾ ഇന്ന് ലൈവ് ഇട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവിടെ നിന്ന് ഒരാൾ ലൈവ് ഇട്ട് മെസ്സേജ് അടിച്ചപ്പോൾ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് അടുത്തൊരു സ്ട്രീം തൊട്ട് ഇതിനകത്ത് ഉണ്ടാവത്തില്ല. ഇതിന്റെ റിപ്ലൈ ഞങ്ങൾക്ക്, ഞാനൊരു സാധനം കാണിക്കാൻ പോകുന്നതിന്റെ റിപ്ലൈ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി അവർ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശങ്ങൾ മനസ്സിലാവും. കാരണം ഈ അടിയും വഴക്കും കാണാനല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് സന്തോഷത്തോടെ ചിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ലൈവ് കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രശ്നം വെച്ച് തരുന്നത് ഒട്ടും അക്സെപ്റ്റിൽ. ആൻഡ് തംനെയില് ഇതാ ഞാനിങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ഫോട്ടോയും ഈഗിൾ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആട് ബ്രോയുടെ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് രാവിലെ എണ്ണീക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു മെസ്സേജ്, ഞാൻ ഇന്നലെ 8 മണിക്ക് 9 മണിക്ക് എന്തോ ഉറങ്ങിയത്, എല്ലാം സംസാരിച്ച് എല്ലാം ഇതൊക്കെ ആയിട്ട് പലയിടത്ത് യുവമാരുടെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് ഞാൻ എല്ലാം സംസാരിച്ച് ഉറങ്ങി എണ്ണീറ്റപ്പോൾ ഈ സമയമായി കേട്ടോ. സമയമായപ്പം നമ്മൾ എണ്ണിക്കുമ്പോൾ കാണുന്ന ഇതാ. ഞാനോർത്ത് ആർക്ക് പിടിച്ചതെന്ന് എൻ്റെ ഞാൻ എന്നിട്ട് ചാടി ഇട്ടിട്ട് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതെന്താടാ അന്നേ പറയാം, ഇത് പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിലൊക്കെ വന്ന് ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ സ്നേഹത്തോടെ നിന്ന് ഒരുത്തൻ ലീക്ക് ചെയ്തത്. ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി, മനസ്സിലായ? ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. ഇത് അപ്ലോഡ് ആവാൻ വേറൊരു റീസണും കൂടി ഉണ്ട്, അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇപ്പോൾ അപ്ലോഡായി എന്നുള്ളൊരു റീസണും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാള് എക്സാൻഡിസിൽ അഡ്മിനാ. ആരാണോ അത്? ടൈറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് കണ്ടു നോക്കാം. അവൻ ജോയിൻ ചെയ്ത ഡിസ്കോഡിൽ ഒരു സാധനം ഇപ്പൊ ഇവൻ കണ്ടിട്ട് ഡിസ്കോഡ് ഇട്ട് എന്തോ കണ്ടിട്ട് അയച്ചു, അവൻ കണ്ടപ്പോ അയച്ചേ ഉള്ളൂന്ന് പറഞ്ഞു. എന്താ കാണാം മോഡ് ചെയ്താ നിനക്ക് വേണ്ടി. നിന്റെ ഡിസ്കോഡ് എന്താണ് സോഫ്റ്റ് ഗെയിം? അതെന്താന്ന് കേട്ടിട്ടില്ല. അതിനെപ്പറ്റി റെഡ് എഞ്ചിനൊക്കെ അതെന്താന്ന് എന്തിനാ നീ എടുത്തിട്ടേക്കണ? നീ പറഞ്ഞ് ഇപ്പൊ ഇതെന്തിനാ നീ എടുത്തിട്ടേക്കണ? എല്ലാരും റാൻഡമായി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടിയാട്. നിന്റെ ഫയലില്ലേ അതിൽ? പിന്നെ എന്റെ ഫയൽ ഇതിനകത്ത് ഡി ഡ്രൈവില് സി ഡ്രൈവിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ വരും, കാണും. മാസ്ക് ഇട്ടിരിക്കണത് പിന്നെ ഇതാ ഇതൊരു സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന ഇതൊക്കെ ചുമ്മാ എടുത്ത് വലിച്ചിട്ടേക്കണ. ചുമ്മാ ഇതൊക്കെ ചുമ്മാ ഇപ്പൊ ഇവിടെ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അത് ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിനാ? അതല്ല ഇത് ഇങ്ങനെ അല്ല, ഇത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇട്ടേക്കുന്നത്? വേറെ പ്ലേയേഴ്സിന് വേണ്ടിയോ? എടാ എന്തോടെ ഇത് റെഡ് എഞ്ചിൻ എല്ലാമാണ് അവന്മാര് വാങ്ങിയതല്ലേ, പൈസ കൊടുത്ത് റെഡ് എഞ്ചിൻ എല്ലാം ആൾക്കാരെ ഫാൻ അടിപ്പിച്ചു വിടാൻ എല്ലാരും നോക്കുന്നേ. ആ സമയത്ത് എടാ നിനക്കൊന്നും ബുദ്ധിയില്ല ഈ സാധനം എടുത്ത് ഡൗൺലോഡ് ഇതാക്കാനായിട്ട്. മനസ്സിലായില്ലേ? നിന്നെ എവിടുന്നാലും കുറ്റപ്പെടുത്തത്തില്ല, ഇവിടെ ആരും നിന്നെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ടാ നിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ അഡ്മിനല്ലേ സിറ്റിയില്, ഞങ്ങൾ വേറെ
ഞാൻ നിന്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എത്തി. ഒരു ഡയലോഗ് ഉണ്ട്. ആ, ഇതിന്റെ സാധനം ഉണ്ട്, ഇതിന്റെ സാധനം ഉണ്ട്. നിങ്ങൾക്കും നാണക്കേടാ. ഞങ്ങൾക്ക് വരെ കൈ ഇവരൊക്കെ എങ്ങനെ എടാ പുള്ളിയൊക്കെ രാപ്പകലില്ലാതെ ഈ സെർവറിന്റെ സ്പെക്കും മറ്റേ ഓരോന്ന് ഇതും ചെയ്ത് നിൽക്കുന്ന ഇവരെയൊക്കെ നിനക്കൊക്കെ ഓഫ്ലൈനിൽ ഇരുന്ന് എങ്ങനെയാണ് അപരാധിക്കാൻ പറ്റണേ? എടാ നീയൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടി എന്നിട്ട് ഇവരൊക്കെ ഉള്ള സെർവറിൽ വന്ന് കളിക്കണേ? എന്റെ ചോദ്യം അതാ. കല്യാണത്തിന് ഒരു സർവർ ചെയ്ത് എല്ലാരെയും വിളിച്ചു പുള്ളി. സത്യയോടാ, കല്യാണത്തിന് പോലും സെർവറിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇവനും കുറിയർ അയച്ചു കൊടുത്തു. ഒരു അലിഗേഷൻ നിന്റെ പേരിൽ വന്ന ഓക്കെ, നിന്റെ തന്നെ പ്രൂഫ് പിടിച്ചിട്ടുണ്ട് ബേസ് ചെയ്യുന്നത്. നീ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ബാഡ് പോയിന്റ് അല്ല. കളിക്കായിരുന്നൂടെ നിനക്ക് എന്തിനാ കളിക്കണേ? ഈ ഗെയിമിനകത്ത് ആക്ടിട്ട് കളിക്കാണ് നീക്ക് എന്തിനാ കളിക്കണേ? എന്റെ ചോദ്യം അതാ. സത്യയോടെ എന്തിന്റെ ഇത് കൂടെ ഈ ഒരു ഫയൽ അതാരടാ ഒരു കൊച്ചിർക്കന്റെ സൗണ്ട് എടുക്കുന്ന ഗെയിം ഇത് പറയണേ? അതല്ലേ മോഡു. നമ്മുടെ ആൾക്കാർ ഇപ്പൊ എടുത്തു വെച്ചില്ല. സമ്മൺ കോൾഡ് ദ ഹാഷ് വൺ സെർവർ ഊംബി. പിന്നെന്താ ഇതൊക്കെ നമ്മുടെ ഇതിന്റെ താഴോട്ടാണ് കേട്ടോ. TV കളിക്കുന്ന സെർവർ ഇപ്പോഴും ടോപ്പ് സെർവറാണ്. ഇതിൽ ഒരു അഡ്മിന്റെ റോള് ഉണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് സ്ക്രിൽ എന്ന് പറയുന്ന ആൾ അഡ്മിനാ. പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ലൈവ് ഇതൊക്കെ ഇതുണ്ട് എന്നൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും അറിയാവോ? ഒരു സെർവറിന് ഒരാൾ വിചാരിച്ച ഒറ്റയ്ക്ക് ഒരു സെർവർ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. 10-30 മെമ്പേഴ്സിന് മുകളിലുണ്ട് ഒരു സെർവറിന്റെ ബിഹൈൻഡിൽ ഉള്ള ആൾക്കാർ. FRP ടീം, വെഹിക്കിൾ ഡെവലപ്മെന്റ് ടീം, എന്താ പറയുന്ന ലൈവ് സിറ്റുവേഷൻസ് സ്പെക്ക് ചെയ്യുന്ന അഡ്മിൻസ്, പിന്നെ ഈ പറയണ എന്താ ഇത് ഇങ്ങനെ പ്രീമിയംസ്, ഇതെല്ലാം നോക്കാൻ ഒരു 10-30 പേരുണ്ടാവും. അതിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് നിന്റെയൊക്കെ വായി നീ ഇത് പറയുമായിരിക്കും. നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വായി നീ ഹേറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, അടുത്ത ദിവസം നീ ഒന്നും ഇവിടെ കളിക്കൂല. അടുത്ത ദിവസം നമ്മുടെ അടുത്തോട്ട് എടുക്കണ്ട. നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യവും ഇല്ല. മനസ്സിലായോ? താല്പര്യം ഇല്ല. ഇത് പറഞ്ഞാൽ സെർവർ ഡീഗ്രഡേഷന് പെർമനന്റ് ബാനാ. അത് മാറ്റാൻ അവിടെ ആരും വരാനും പോണില്ല, ആരും അല്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള ബ്രെയിൻ ചിലപ്പോൾ നിന്റെ ഒന്നും ആൾക്കാർ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിനക്കൊക്കെ വന്ന് ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം. ഇതാണ് ഇതിന്റെ POV. ഇതിൽ TVയുടെ മെമ്പേഴ്സിന്റെ ഹാക്കോ എന്റെ ഇതാണ് ശരിക്കും. പിന്നെ നിങ്ങളിപ്പോ വേറൊരു കമ്പാരിസൺ എൻ്റെ അടുത്ത് പറയുമായിരിക്കും. വേറൊരു കമ്പാരിസൺ നിങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് പോകുന്ന കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മെച്യൂരിറ്റിയെ പറ്റിയായിരിക്കും. മെച്യൂർഡ് ആയിട്ട് എങ്ങനെയാണ് ലൈവ് ഇടേണ്ടത്, മെച്യൂർഡ് ആയിട്ട് എങ്ങനെയുള്ള കാര്യം. അതുകൊണ്ട് ഞാനിത് ഓഫ്ലൈനിൽ പറഞ്ഞ് സോൾവ് ചെയ്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് വിഴുങ്ങുക. രണ്ട് കാര്യങ്ങൾ 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതിൽ 2 കാര്യം ഞാൻ വിഴുങ്ങുവാണ്. ഞാൻ അത് അവരുടെ അടുത്ത് പറയത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തു. ഞാനത് എനിക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ ലൈവ് ഞാൻ ഈ 3 കാര്യം വിഴുങ്ങായിരുന്നേ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ലൈവ് വന്നിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് ആ ഇഷ്യൂ ഞങ്ങൾ പുറത്ത് പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞ് ഇതാക്കി. പക്ഷേ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം വിട്ട് കളയരുത് എന്ന് പറഞ്ഞ് ഇതിപ്പോ കാണിക്കണം, അല്ലെങ്കിൽ നാളെ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ വരും എന്നുള്ളത് കൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടാണ് ഇനിയുള്ള സാധനം ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ കാണിച്ചിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ ഡിസ്കഷൻ നമ്മൾ നിർത്തുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വേണ്ട ഒരു ചാൻസ് കൂടെ ഇതാക്കാം എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ലൈവ് പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, എനിക്ക് MRCയുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ MRC ഓഡിയൻസിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്ന് പറഞ്ഞ് MRCയുടെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ മെസ്സേജ്, അതായത് MRCയിലെ സൈഡിൽ നിന്ന് ഒരു പ്ലെയർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ TVയുടെ എന്തെങ്കിലും OC അപരാധമോ എന്തെങ്കിലും പെണ്ണ് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതാ പറയണേ, ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനത് ചിന്തിക്കത്തുമില്ല, ഞാനിങ്ങനെ ചെയ്യത്തുമില്ല. ഇതാ ഈ ചാറ്റ് ഉണ്ടോ? എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയില്ല. ഇവനെ ആദ്യം കോൾ വിളിച്ചായിരുന്നു. എന്നിട്ട് ഇവൻ പറഞ്ഞ് ഇവൻ ഇത് ചാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയാലേ ഇപ്പം ഉള്ളതെന്ന് അറിയില്ല, ഒന്നുകൂടി നോക്ക്, നിന്റെ കയ്യിലുള്ളത് നിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
ലൈക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണം, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ സൈഡ് ക്ലിയർ ആണ്. അതാ ഞാൻ ചോദിച്ചത്, നീ എന്താ ഓഫർ ചെയ്തേ? ലൈക്ക് ക്യാഷ് ആയിട്ടാണോ? ക്യാഷ് ആയിട്ടെങ്കിൽ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഗൈസ്, ഇവന്മാരുടെ മനസ്സിലെ റിവലറി ഒരിക്കലും പോത്തില്ല. ഇവന്മാരുടെ മനസ്സിലെ റിവലറി ഒരിക്കലും പോത്തില്ല. ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടിനും OC കാര്യങ്ങളും പേഴ്സണൽ ഇഷ്യൂസും എടുത്തിട്ട് അവരാധിക്കണം. ഇത് HF ഇതിന്റെ ബ്ലഡാ, അത് ബ്ലഡാ അവരുടെ, ഇത് അവരുടെ ബ്ലഡാണ്, മനസ്സിലായോ? ഇത് അവരുടെ ബ്ലഡിലുള്ള സാധനമാണ്, ഇത് പോത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം തൊട്ടേ MRC ഓഡിയൻസിന് ഇപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു ബ്രെയിൻ യൂസ് ചെയ്യണം ഗൈസ്, ജസ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവല്ലേ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാലടാ നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ അന്ന് തൊട്ടേ എനിക്ക് വേണേ ആദ്യമേ പറയാറുണ്ടല്ലോ, അല്ല എനിക്ക് വേണേ ആദ്യമേ പറയാറുന്നല്ലോടാ, എനിക്ക് MRCയുടെ ഒരു പ്രശ്നമില്ല, മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന്. നാളെ ഇത് ഇങ്ങനെ കാണാൻ വയ്യാത്തോണ്ടാണടാ ഇതേപോലത്തെ ആൾ ചിന്തിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ പറയണില്ല. ഒരാൾ പറയണത് കേട്ടിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സൈഡ് ചിന്തിച്ചിട്ട് മറ്റുള്ളവന്റെ ഇൻബോക്സിൽ പോയിട്ട് തള്ളക്കും നന്ദിക്കും വിളിക്കും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ കുറച്ച് പേര് അതിനകത്തുണ്ട്. ഞാൻ ഈ വേണ്ടാന്ന് വെച്ച രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഞാനത് കളയുക. കാരണം എനിക്ക് ഞാനിന്ന് വിളിച്ച് സംസാരിച്ച ആൾക്കാരിലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡൗൺ ടൈമിൽ അവരെ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഇപ്പൊ MRC കളിക്കുന്ന ഫാൽക്കന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ ഒരു കാര്യം പറയാവേ. ദാ ഇത് നിന്റെയൊക്കെ വാടക്കാൻ വേണ്ടിട്ട് ആക്ക് ഷെയ്ക്ക് ദാ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നും അതെന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ വന്നതുണ്ടല്ലോ, വെച്ചങ്ങ് പ്ലേ 1 മണിക്കൂർ ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ താഴെ പോയി CSKയുടെ കളി കണ്ടിരിക്കും. ഞാൻ ഇപ്പൊ ഇത് മാത്രമേ കാണിച്ചുള്ളൂ, അത് ആ 1 മണിക്കൂർ കാണിച്ച ആ 1 മണിക്കൂർ കാണിച്ച ആരൊക്കെ ഇതിനകത്ത് എക്സ്പോസ് ആവുന്നേ നിനക്കൊന്നും എന്റെ അടുത്ത് പറയല. അതുകൊണ്ട് ഇവിടെ വിടുക, ഞാനിത് ഇവിടെ വിടുക. ഇനി ചൊറിയരുത് തന്നെ, ഇനി എനിക്ക് ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഇനി എന്നെ ട്രിഗർ ചെയ്യരുത്. ഇനി എന്റെ കാര്യം അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്താ ഞാൻ ഈ മറ്റേ കീബോർഡ് വാരിയർ പുണ്ടച്ചികളെ നോക്കുന്നില്ല. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സ്ട്രീമേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നുമാണ്. ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ഇനി എന്നെ ഇരുന്ന് അവരാധിച്ചാൽ ഈ പറയണ സാധനങ്ങൾ ഇത് ഒന്നൊന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യും. ഇതൊരു 1 മണിക്കൂറിന്റെ ഉണ്ട്. ഇത് കൂടാതെ ഒരു 2 POV എൻ്റെ ഉണ്ട്. ആ 2 POV എന്നെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ നിർത്തിക്കോ. എനിക്ക് ഒരു റിവഞ്ചും ഇല്ല, ഒരു റിവലറി ഇല്ല. നിങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിട്ട് സെറ്റായി TV ആയിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വരണ, സിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യണ ഒരു നല്ല ഗ്യാങ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു MRCയെ. എനിക്ക് MRCയെ എൻ്റെ ബോട്ടം ഓഫ് ദ ഹേർട്ടിൽ നിന്ന് ഒരു രീതിയിലും ഇനി ഉപദ്രവിക്കേണ്ട. എന്നെ ഇത്രയും ചൊറിഞ്ഞ് മെന്റലി ഇതാക്കിയതിന് കൊണ്ടുള്ള റിപ്ലൈ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കാനില്ല. എനിക്ക് മന്മമരം കളിക്കെതിരെ ആക്ഷൻ എടുക്കണം. മനസ്സിലായാ? അതാണ് MRCയുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. ഇതുപോലത്തെ പോക്രിത്തരം എൻ്റെ പിള്ളേരുടെ അടുത്ത് നിന്ന് വരത്തില്ല. ഇവരെ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ ഇതാക്കിയിട്ടുള്ളത്. ഇത് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് MRC. ഒരു ആർപ്പിക്കും ഒന്നിനും നിങ്ങൾക്ക് താല്പര്യമാണ്. ഞാൻ ഒന്നിനും ഇനി പോകത്തില്ല. എനിക്ക് മതിയായി. ഇത്രയും നാൾ നിന്നതിനൊക്കെ ഉള്ളത് എനിക്ക് മര്യാദക്കൊക്കെ കേട്ട് വാ നിറച്ച് കിട്ടി. ഓരോരുത്തന്മാരുടെ വായിരിക്കുന്നതും എല്ലാം ഞാൻ കേൾക്കേണ്ട വന്നു. എനിക്കിനി താല്പര്യമില്ല. സിറ്റിയിൽ സിറ്റുവേഷനായിട്ട് വന്നാൽ സിറ്റുവേഷനായിട്ട് എടുക്കും. ഞാൻ ഇനി ഒന്നിനും ഇതാക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും നിങ്ങളെ അവരാധിക്കാനും ഈ സാധനങ്ങളുണ്ട് മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞ് പണ്ടോട്ട് കളിക്കണം. അല്ല, ഇന്നത്തോടെ മൊത്തത്തിൽ വിടുവാണ്. ഇനി ഈ ടോപ്പിക്കായിട്ട് വന്ന് ഇനി അവരാധിക്കാനും മറ്റിതാക്കാൻ വന്നു കഴിഞ്ഞാൽ വായടച്ച് മിണ്ടായിരിക്കൂല. പറയുള്ള മൊത്തമൊക്കെ അടിച്ച് പറയും ഇനി തൊട്ട്. മനസ്സിലായി? ഇത് നമ്മൾ മൊത്തത്തില് പേടിയില്ല. അത് നമ്മൾ പറഞ്ഞേക്കാം. നമുക്ക് ആരെയും പേടിയില്ല ഇവിടെ. നമുക്ക് പറയാനാണ് നമ്മൾ ഇരുന്ന് പറയും. ദിവസം അണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒന്നും അവരാധിക്കാൻ ഒരു ഭാഗ ഒരുത്തരും ഇവിടെ വന്ന് പറയാനോ വന്നിട്ടില്ല. ഇന്ന് ലൈവ് അല്ല, അവൻ 5 വർഷമായിട്ട് എന്തോ കളിക്കുവാണ്. അവന്റെ എന്തോ നിറച്ച സാധനം നീ വെച്ച് കാണിച്ചോ. നമുക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നിന്റെ പേരിന്റെ മുകളിൽ 3 അക്ഷരം ഉണ്ടാവില്ല. അവൻ എന്ത് കാണിക്കാനാണ്? അല്ല, അവൻ എന്ത് കാണിച്ചാലും അവൻ എന്ത് കാണിച്ചാലും ഞാൻ പറയാ. ബ്രോ ഭീഷണിയൊന്നും അല്ല ബ്രോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കാണിച്ചാൽ നീ ഉറങ്ങും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും. ഫേക്ക് സ്ക്രീൻഷോട്ട് ആന്റണി മോസ്